സിപിഎമ്മിന്റെയും ബി.ജെ.പിന്റെയും നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഇന്ന് ഇന്ത്യ രാജ്യത്ത് കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗത്തിന്റെയും അതുപോലെ നമ്മുടെ കേരളത്തിൽ 10 വർഷത്തിനുള്ളിൽ വില കയറൂല, ദേശാഭിമാനിൽ അക്ഷരത്തിൽ വില കയറൂല എന്ന് പറഞ്ഞു. ഇന്ന് ഏത് സ്ഥാപനത്തിൽ സപ്ലൈ ഓയിലായാലും സാധനത്തിന് വില കയറ്റിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതം സാധനം ഇല്ല പോയാല് അതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി സിപിഎമ്മിന്റെ നേതാക്കന്മാരോ മന്ത്രിമാരോ ഇല്ല. അവരിങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. അതുപോലെ കേന്ദ്രത്തിൽ ബി.ജെ.പി മതത്തിന്റെ പേരും ജാതിന്റെ പേരും പറഞ്ഞിട്ട് രാഷ്ട്രീയ വോട്ട് ബാങ്ക് നടത്തി മുന്നോട്ട് പോവുകയാണ്. അവരെ ഇന്ത്യയിലുള്ള എത്ര പൊതുമേഖലാ സ്ഥാപനം വിറ്റുകൊണ്ടിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രിമാരെ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ വിറ്റ് 63% സ്ഥാപനങ്ങൾ ഉണ്ടായി. അതിൽ 23 സ്ഥാപനം വിറ്റ് ഫോട്ടോ എന്താ പറഞ്ഞേ? കേരി പിന്നെ ഇപ്പൊ നമ്മള് സപ്ലൈക്കോയിൽ പോയാല് പഴയ കാലത്തെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് നോക്കേണ്ടി വരും ഇത് ഏതാ സ്ഥലത്ത്. അങ്ങനത്തെ അവസ്ഥയെത്തി. കാരണം ഒരു സാധനങ്ങളില്ല സപ്ലൈക്കോയിൽ. ഇവർ പറഞ്ഞു ഇപ്പൊ പെൻഷന്റെ നമ്മളെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാർ, ദിവ്യന്റെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാരുണ്ട്. ദിവ്യ ചോദിക്കണം വീട്ടിൽ പോയിട്ട് പ്രായമുള്ള ആൾക്ക് എത്ര മാസമായി ശമ്പളം പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പെൻഷൻ കിട്ടിയോ? ഇല്ല. ഓക്കെ. അപ്പൊ അല്ല ഇവിടെ ഇവിടുത്തെ പ്രശ്നം ആണോ? കിട്ടിയോടാ? പെൻഷൻ കിട്ടിയോ? പെൻഷൻ കിട്ടിയോ? കിട്ടിയോ? ഇല്ല. അല്ല പെൻഷൻ പഠിക്കുന്ന അല്ലല്ല ഞാൻ പറഞ്ഞേ. അല്ല ഇപ്പൊ അല്ല ഇവിടെ പെൻഷൻ കിട്ടാത്തവരുണ്ട്. സപ്ലൈക്കോ സാധനം ഇല്ലാത്ത സത്യമാണ്. ഇപ്പൊ ആ ചേട്ടൻ പെൻഷൻ വാങ്ങിച്ചാലും ഇല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തവരുണ്ട് അല്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് പറയുന്ന അവസരം എന്താ, സപ്ലൈകോയിൽ സാധന കുറവുണ്ട്. പെൻഷൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ മുടങ്ങിയിട്ടുണ്ട്. ശരി വരും. അതായത് റിജിലിന് ഇത് കേൾക്കാൻ വേണ്ടി പോലുമുള്ള ഒരു ക്ഷമയില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നതിന് എന്താ പ്രശ്നം? കേൾക്കൂ. നിങ്ങള് കേട്ടിട്ട് നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാം, അവസരം കൊടുക്കാം. അതായത് കേരള ഗവൺമെന്റിന് കേന്ദ്ര സർക്കാർ നൽകേണ്ട സഹായം നിഷേധിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി പോലും അത് സമ്മതിച്ചതാണ്. ധനകാര്യമന്ത്രി കേരളത്തിൽ വന്ന് പ്രസംഗം നടത്തിയിട്ട് കേരളത്തിന് ഇനി ഒന്നും കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയതിനു ശേഷം സുപ്രീം കോടതി പോലും കേരളത്തിന് അർഹമായത് നൽകണമെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളത്തിന് ലഭിക്കാനുള്ള നെൽകർഷകർക്ക് ലഭിക്കാനുള്ള തുക കൂടി സംഭരണവുമായി ബന്ധപ്പെട്ട് 800 കോടിയിലധികം തുക നമുക്ക് ലഭിച്ചു എന്ന വാർത്ത കൂടി വന്നതാണ്. ഇപ്പൊ കേന്ദ്രം നമുക്ക് പണം തരാനുണ്ട്, നമ്മളെ ഞെരുക്കുകയാണ്, അത് യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും നൽകാൻ വേണ്ടി നമ്മുടെ സർക്കാർ പരമാവധി പ്രതിജ്ഞാബദ്ധമാണ്, ശ്രമിക്കുന്നുണ്ട്. 200 കോടി രൂപ സപ്ലൈകോയിൽ സാധനം വരുത്തുന്നതിന് വേണ്ടി ഇപ്പൊ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. പെൻഷന്റെ കാര്യം പൂർത്തിയാവട്ടെ. പെൻഷൻ റിജിലിന്റെ പാർട്ടി ഭരിക്കുന്ന സമയത്ത് 28 ലക്ഷം ആളുകൾക്ക് കൊടുത്ത 600 രൂപയാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് 62 ലക്ഷം ആളുകൾക്ക് 1600 രൂപയാണ് കൊടുക്കുന്നത്. 1600 34 ലക്ഷം ആളുകൾ 75 വയസ്സിന് പൂർത്തിയായ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയത്.
കഴിഞ്ഞ പ്രാവശ്യം 5 കൊല്ലം സുധാകരൻ എവിടെയായിരുന്നു? കണ്ണൂരിലുണ്ടായിരുന്നു. ആ എവിടെ സുധാകരൻ? സുധാകരൻ എവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളൊക്കെ കളക്കാന്നല്ലേ 152 കോടി രൂപയുടെ പദ്ധതി ഈ കണ്ണൂരിന് വേണ്ടി കളച്ചു കൊണ്ടുവന്ന MP ആണ് സി കെ സുധാകരൻ. അവിടെ പോയി മോദിയോട് അടികൂടി ഇന്ത്യൻ പാർലമെന്റിൽ അല്ല 50% അറ്റൻഡൻസേ ഉള്ളൂ. 50%. 50% ഉള്ളൂ. ഏറ്റവും കുറവുള്ള MP ഒരാളാണ്. പുറത്താക്കപ്പെട്ട MP കെ സുധാകരൻ 152 കോടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എവിടെ കൊണ്ടുവന്നു? അതായത് 18 ഓക്കെ. അപ്പൊ രാഷ്ട്രീയ വികസനമൊക്കെ ചർച്ചയാവുകയാണ്. നമ്മൾ തിരികെ എത്തും. ചെറിയൊരു ഇടവേള. എന്താ ഹാജർ നില 50%, നിയമനിർമ്മാണ ചർച്ച 1, ബജറ്റ് ചർച്ച 0, ശൂന്യമുള്ള 8. ഓക്കെ. ശരി, അതെ. ശരി.